ദൈവകാരുണ്യ ഞായർ. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവ കൃപയുടെ പ്രത്യേകമായ രഹസ്യമാണ് നാം ദൈവകാരുണ്യ ഞായറാഴ്ചയായ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ആഘോഷിക്കുന്നത്. 1930 വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ദൈവം ദൈവികമായ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ വെളിപ്പെടുത്തൽ നൽകുന്നത്. ഈ വെളിപ്പെടുത്തൽ തനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഫൗസ്റ്റീന സിസ്റ്റർ തൻ്റെ ആത്മീയ പിതാവിനോട് അത് പങ്കുവയ്ക്കുകയും ആത്മീയ പിതാവ് പറഞ്ഞതനുസരിച്ച് ഒരു ഡയറിക്കുള്ളിൽ അവ എഴുതി വയ്ക്കുകയും ചെയ്തു. ഈ ഡയറിയിലൂടെയാണ് ലോകം ദൈവം വ്യക്തിപരമായി വെളിപ്പെടുത്തി കൊടുത്ത ഈ ദൈവകാരുണ്യ രഹസ്യം മനസ്സിലാക്കുന്നത്. 2000 പരിശുദ്ധ പിതാവ് ജോൺ പോൾ II ഫൗസ്റ്റീന സിസ്റ്ററെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ ഈ ദൈവകാരുണ്യ ഞായർ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയായി ആചരിക്കുവാൻ വേണ്ടി സഭാ മക്കളോട് ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ച് എല്ലാ വർഷവും ഉയർപ്പ് ഞായറാഴ്ച കഴിഞ്ഞു വരുന്ന ഞായർ ദൈവകാരുണ്യത്തിൻ്റെ ഞായറാഴ്ചയായാണ് ആചരിക്കുന്നത്. ദൈവകാരുണ്യം എന്നത് സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ നമുക്ക് കാണാവുന്ന ഒരു വസ്തുതയാണ്. ദൈവം സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ കർമ്മതലങ്ങളാണ് ഈ ദൈവകാരുണ്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോൾ ആ സ്നേഹം തൻ്റെ പ്രവൃത്തിയിലൂടെയാണ് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്നത്. ഈ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ സംസാര ഭാഷയാണ് കാരുണ്യമെന്നത്. ഈ കാരുണ്യം ലോകത്തിൽ തിന്മ വർദ്ധിക്കുമ്പോഴും പാപം അധികരിക്കുമ്പോഴും കൂടുതൽ ആവശ്യമായി വരുന്നു. കാരണം പാപത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന മരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം ആവശ്യമാണ്. ഈ അനന്തമായ കാരുണ്യത്തെ മനസ്സിലാക്കുവാനും ആ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് നിത്യത സ്വന്തമാക്കുവാനും വേണ്ടിയാണ് ദൈവം ഈ ഒരു ദിവസം നമുക്കായി നൽകിയിരിക്കുന്നത്. ഇത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് 8ാം ദിവസമായിട്ടാണ് കാണേണ്ടത്. 7ാം ദിവസം പൂർണ്ണതയുടെ ദിവസമാണെങ്കിൽ 8ാം ദിവസം നിത്യതയെ കുറിക്കുന്ന ദിവസമാണ്. ഇസ്രായേൽക്കാർ തങ്ങളുടെ തിരുനാളുകളൊക്കെ 8ാം ദിവസം പരിപൂർണമായി നിത്യതയെ സ്മരിച്ചുകൊണ്ട് അയവിറക്കിയിരുന്നത് പോലെ നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ ഉത്ഥാനത്തിൻ്റെ സമാപ്തിയായ പുതിയ ഞായർ അഥവാ അനന്തരമുള്ള ആ ഞായറാഴ്ച നമുക്ക് ഈ കാരുണ്യത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുവാനും നിത്യതയിലെ സന്തോഷം പൂർണ്ണമായും കൂടുതൽ മുന്നാസ്വാദനമായിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ദൈവകാരുണ്യ ഞായറിൻ്റെ പ്രത്യേകതയായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഈ ദൈവകാരുണ്യ ഞായറാഴ്ചയായ 8ാം ദിനം പരമ്പരാഗതമായിട്ട് പുതു ഞായറാഴ്ചയായിട്ടാണ് പരിഗണിച്ചു വരുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച് വെള്ള വസ്ത്രമണിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളും ക്രൈസ്തവരും ആ ദിവസത്തെ വെണ്മ നിറഞ്ഞ നിത്യതയുടെ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനത്തിൻ്റെ ദിനമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് ഈ ഞായറാഴ്ചയെ പുതു ഞായറാഴ്ചയായി നാം പരിഗണിച്ചു പോരുന്നത്. അതുമാത്രമല്ല, തോമസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ഉത്ഥാനത്തിന് ശേഷം കണ്ടെത്തി അനുഭവിച്ചതിൻ്റെ ഓർമ്മ കൂടെ ആചരിക്കുന്ന ദിവസമാണ്. കർത്താവെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ നിത്യാനന്ദത്തെ സ്വന്തമാക്കിയ പുണ്യദിനം കൂടിയാണല്ലോ ഈ ദിവസം. ദൈവകാരുണ്യം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഭവവേദ്യമാകേണ്ട കാലഘട്ടമാണിത്. അതിന് പ്രധാനമായിട്ടും കാരണമായിട്ട് മാറുന്നത് വർദ്ധിച്ചു വരുന്ന പാപത്തിൻ്റെയും തിന്മയുടെയും സാധ്യതകളും സാഹചര്യങ്ങളുമാണ്. ഈ കാരുണ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഒരു സംഭവം നാം അനുസ്മരിക്കേണ്ടതുണ്ട്. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചക്രവർത്തിമാരിൽ ഒരാളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹം തൻ്റെ ഭടന്മാരിൽ ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. ഈ മരണശിക്ഷ എന്നുള്ള ആ വിധി കേട്ട മാത്രയിൽ ഈ ഭടൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് ചക്രവർത്തിയോട് പോയി പറഞ്ഞു, എൻ്റെ മകൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന്. ചക്രവർത്തി ആ അമ്മയോട് പറഞ്ഞു, തങ്ങളുടെ മകൻ പലതരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ നീതി നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. നീതിയുടെ ഭാഗമായിട്ടാണ് അവന് മരണശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആ അമ്മ കരഞ്ഞുകൊണ്ട് ചക്രവർത്തിയോട് പറഞ്ഞു,
അങ്ങേ നീതി നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം അവൻ നീതി അർഹിക്കുന്നു. എന്നാൽ അങ്ങിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് കാരുണ്യമാണ്. അവനോട് ദയയുണ്ടായി കരുണയോടുകൂടി അവന് പാപത്തിൽ നിന്ന് മോചനം നൽകണമെന്നാണ് എൻ്റെ യാചന. ചക്രവർത്തിക്ക് ബുദ്ധിപൂർവമായ ഈ സ്ത്രീയുടെ മറുപടി കേട്ട് ഇഷ്ടം തോന്നുകയും അതനുസരിച്ച് ആ മകനെ വിമുക്തനായി മരണശിക്ഷയ്ക്കിൽ നിന്ന് മോചിതനാക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തും ഒരാൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രസിഡന്റിനോട് ദയാഹർജിയായി അപേക്ഷ കൊടുക്കാറുണ്ട്. രാജ്യം ഭരിക്കുന്ന പ്രഥമ പുരുഷന് ആ വ്യക്തിയിന്മേൽ ദയയുണ്ടായി സഹായിക്കണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നീതിക്കും മുകളിൽ നിൽക്കുന്നതാണ് കാരുണ്യവും ദയയും എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഈ ദയയും കാരുണ്യവും മനുഷ്യകുലത്തിന്മേൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ദൈവകരുണയുടെ ഈ ഞായറാഴ്ച നാം ആചരിക്കുന്നത്. ഈ ഞായറാഴ്ച നാം പ്രത്യേകമായ രീതിയിൽ ദൈവത്തിന് മനുഷ്യനോട് കാണിക്കുന്ന ആ വലിയ കാരുണ്യത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുവാനും അതിലൂടെ ദൈവകൃപയിലൂടെ ദൈവത്തോട് കൂടുതലായി അടുക്കുവാനുമുള്ള അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ദൈവകാരുണ്യത്തിലൂടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി, ദൈവകാരുണ്യത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക എന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചില്ലെങ്കിൽ നാം നമ്മുടെ ബലഹീനതകളിൽ അഹങ്കരിക്കുകയും ബലഹീനതയെ ബലമായി കരുതി തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. മറിച്ച് നാം മനുഷ്യരാണെന്നും കുറവുകളും പരിമിതികളും ഉള്ളവരാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അവാച്യമായ കാരുണ്യത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുമ്പോഴാണ് കൂടുതൽ നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാനും സന്തോഷപൂർണ്ണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത് വിശുദ്ധ ഫൗസ്റ്റീന നമ്മോട് ഈ തിരുനാൾ ആഘോഷത്തിലൂടെ ആവശ്യപ്പെടുന്നത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവകാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. രണ്ടാമതായി, ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ദൈവകാരുണ്യത്തിൽ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സമർപ്പിക്കുവാനും വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയപ്പെടണമെങ്കിൽ തീർച്ചയായും നാം മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ അവിടുത്തെ കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കപ്പെടുകയുള്ളൂ. അത് കൂടുതൽ അന്വർത്ഥമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ജീവിതങ്ങളെയും തുറന്ന് അവിടുത്തെ മുന്നിൽ നാം പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. പൂർണ്ണമായ സമർപ്പണത്തിലൂടെയാണല്ലോ പ്രാർത്ഥനയുടെ അനിവാര്യത അന്വർത്ഥമാകുന്നത്. പ്രത്യേകിച്ച് ഈ ദിവസം നാം ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഫൗസ്റ്റീന സിസ്റ്റർ നമ്മോട് ആവശ്യപ്പെടുന്നു. തൻ്റെ ദർശനത്തിൽ ദൈവത്തോടുള്ള അനന്തമായ കാരുണ്യത്തെ യാചിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന സഹോദരരെ മോചിപ്പിച്ചതായും രക്ഷയിലേക്ക് ആനയിച്ചതായും സംഭവം വിവരിക്കുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവർക്ക് വേണ്ടിയും അതുപോലെ ചുറ്റുപാടും പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയും സർവോപരി നമ്മുടെ പാപത്തിൽ നിന്ന് മോചിതമാകുവാൻ വേണ്ടിയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമാണ് ദൈവകാരുണ്യത്തിൻ്റെ ദിവസമെന്ന് പറയുന്നത്. മൂന്നാമത്, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കരുണയോടുകൂടി വർദ്ധിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ ദൈവകാരുണ്യ തിരുനാൾ നൽകുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകുമെന്ന് നമുക്ക് ബൈബിളിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ ജീവിതവും മറ്റുള്ളവരോട് കരുണയോടെ വർദ്ധിക്കുവാനും കാരുണ്യപൂർവ്വം ഇടപഴകുവാനുമുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഈ ഞായറാചരണം നാം കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കുവാനും പെരുമാറുവാനും മറ്റുള്ളവരെ കരുണയോടുകൂടി സമീപിക്കുവാനും കഴിയും. അവരുടെ പാപങ്ങളും തിന്മകളും പെരുപ്പിച്ച് കാണിച്ച് അവരെ കുറ്റക്കാരായി വിധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹത്തോടുകൂടി സഹോദരരായി കരുതിക്കൊണ്ട് അവരുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ക്ഷമിച്ച് അവരോട് രമ്യതപ്പെടുവാനും അങ്ങനെ രമ്യതപ്പെട്ട് കാരുണ്യത്തിൻ്റെ മൂർത്തികളായിട്ട് മാറുവാനുമാണ് ഈ ദൈവകാരുണ്യ തിരുനാൾ നമുക്ക് ആഹ്വാനം നൽകുന്നത്. അപ്രകാരം ദൈവകാരുണ്യത്തിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്ക് ഈ ഒരു നിയോഗം വെച്ച് നിരന്തരം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാം. അതുപോലെ തന്നെ ദൈവകാരുണ്യത്തോടനുബന്ധിച്ച് സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കരുണക്കൊന്തയും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കാം. കാരണം 3 മണി നേരം
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ലോകത്തിന് രക്ഷയുണ്ടാകുകയും ലോകത്തിന് മുഴുവനുമായി കരുണ വർഷിക്കപ്പെടുകയും ചെയ്തു. 3 മണി നേരം ഈ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം കൂടുതലായി സംലബ്ധമാകുന്നതിന് കാരണമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ കരുണക്കൊന്ത വ്യാപകമായി പ്രാർത്ഥിച്ചുകൊണ്ട് 3 മണി നേരത്തെ വിശുദ്ധീകരിക്കുവാനും അതിലൂടെ ദൈവകാരുണ്യത്തിൻ്റെ കൃപയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഈ ദൈവകരുണയുടെ തിരുനാൾ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.